ചെയ്ത് വെച്ചതാണ് സെക്ഷൻ 0.4. ഓക്കെ, ഇതിൻ്റെ നോട്ട്സൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഗൂഗിൾ മീറ്റിലൂടെ. എന്നാലും ഒന്നും കൂടെ ഞാൻ ആദ്യം മുതൽ പറയുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിക്കണം. ഓക്കെ, അപ്പോൾ അതിൽ കമ്പൈനിങ് ഫങ്ഷൻസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കമ്പൈനിങ് ഫങ്ഷൻസ് പറഞ്ഞാൽ 2 or more ഫങ്ഷൻസിനെ കമ്പൈൻ ചെയ്ത് പുതിയൊരു ഫംഗ്ഷൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഡൊമെയിൻ എന്ത് സംഭവിക്കും, ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി എന്തായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, സെൽഫ് ചെക്ക് ഡയഗ്നോസിസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ നിങ്ങളുടെ +2 ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുടെ ഒരു കണ്ടിന്യൂഷനാണ്. അതിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് 2 ഫങ്ഷൻസ് തന്നാൽ അതിൻ്റെ രണ്ടിൻ്റെയും സം എങ്ങനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിൽ നിന്ന് മറ്റൊരു ഫംഗ്ഷൻ എങ്ങനെ മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ 2 ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ അതിന് 2 ഫംഗ്ഷൻ്റെ ഡിവിഷന്, ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 2 ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? f(x) = 2x ആണ്. അതുപോലെ g(x) = 1/1 + x ആണ്. അപ്പോൾ നമ്മളോട് f+g കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. f-g, fg, f/g ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഒക്കെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലേ. അതുപോലെ രണ്ടാമത്തെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ f(x + g(x) എന്ന് പറഞ്ഞാൽ എന്താണ്? f+g(x) ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ f(x) 2x ആണ്, g(x) 1/1 + x ആണ്. സോ f(x + g(x) എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? 2x + 1/1 + x. ഇതുപോലെ തന്നെ നമുക്ക് f-g കണ്ടുപിടിക്കാം, f(g) കണ്ടുപിടിക്കാം, f/g കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഫൈൻഡ് g കോമ്പോസിഷൻ f if f(x) = √x+1, g(x) = x/x+1. വാട്ട് ഈസ് ഇറ്റ്സ് ഡൊമൈൻ? ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ അപ്കമിങ് പേജസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതുപോലെ ബാക്കി 3 മുതൽ 5 വരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഓൺ ഫങ്ഷൻസ്. അപ്പോൾ ഇവിടെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻസ് തന്നെയാണ് പറയുന്നത്. ഏതൊക്കെയാണ്? എഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, എക്സെട്ര. അപ്പോൾ ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എഡീഷനാണ്. എഡീഷൻ ഓഫ് 2 ഫങ്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ f+g, എഫും ജിയും ഗിവൺ ഫങ്ഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ f+g ഈസ് എഗെയിൻ എ ഫങ്ഷൻ. അതിന് നമുക്ക് വേണമെങ്കിൽ h(x) എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളൊരു എക്സാമ്പിളിൽ h(x) = x + 1/x തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ 2 ഫംഗ്ഷൻ്റെ കമ്പൈൻ ഫംഗ്ഷൻ ആണെന്ന് കാണിക്കാൻ പറ്റും. കാരണം ഇഫ് യു ടേക്ക് f(x) = x ആൻഡ് g(x) = 1/x, സോ വാട്ട് ഈസ് h(x)? h(x) = f(x + g(x). ഓക്കെ, ഇനി അതിൻ്റെ ഗ്രാഫ് ജസ്റ്റ് അവിടെ ഒന്ന് താഴെ കാണിച്ചിട്ടുണ്ട്. അതായത് f(x) = x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. അതുപോലെ തന്നെ 45 ഡിഗ്രി ആയിട്ട്, അതായത് മിഡിലൂടെ, ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ മിഡിലൂടെയും തേർഡ് ക്വാർട്ടറിൻ്റെ മിഡിലൂടെയും പാസ് ചെയ്യുന്ന ഒരു ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ് f(x) = x. ഇവിടെ കണ്ടോ ഒരു ബ്ലൂ ലൈന് കാണുന്നുണ്ടല്ലോ, അതാണത്. ഇനി g(x) എന്ന് പറഞ്ഞാൽ എന്താണ്? 1/x. അപ്പോൾ 1/xൻ്റെ ഗ്രാഫ് ആ റെഡ് ലൈനാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കമ്പൈൻഡ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് എന്താ വരിക? ഏകദേശം ഈ അവിടെ ഒരു ഡോട്ടഡ് ലൈൻസ് കാണിച്ചു, ഗ്രീൻ കളർ, അതായിരിക്കും h(x) = x + 1/x. ഓക്കെ, പിന്നെ ഇവിടെ നോക്കും. അപ്പോൾ ഏത് 2 ഫംഗ്ഷൻ തന്നാലും ഓപ്പറേഷൻസ് ഓൺ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ബോക്സിൽ കണ്ടു ഇവിടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് അതിൻ്റെ അഡീഷന്, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷനാണ്. ഓക്കെ, ഞാൻ അതൊന്ന് വായിക്കാം. ലെറ്റ് f and g be functions with domains a and b respectively. എന്ന് പറഞ്ഞാൽ എഫിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് a ആണ്, g എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡൊമൈൻ b ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സമ്മ്, ഡിഫറൻസ്, പ്രൊഡക്റ്റ്, കോഷ്യൻ്റ് ഇതൊക്കെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, അതുപോലെ അതിൻ്റെയൊക്കെ ഡൊമൈൻ എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ഏതൊരു ഫംഗ്ഷൻ തന്നാലും ആ ഫംഗ്ഷന് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഡൊമൈൻ എന്നാണ് പറയുക. അതായത് ഒരു ഫംഗ്ഷനോട് നമ്മൾ ചേർത്ത് വെച്ച് എപ്പോഴും പറയാവുന്നൊരു കാര്യമാണ് ആ ഫംഗ്ഷൻ്റെ ഡൊമൈൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എഫിൻ്റെ ഡൊമൈൻ എ ആണ്, ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡൊമൈൻ ബി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ f+g എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്തായിരിക്കും? അതുപോലെ f-g എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ f(g, f/g) ഇതിൻ്റെയൊക്കെ ഡൊമൈൻ എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മളെപ്പോഴും തെറ്റാൻ സാധ്യതയുള്ള
ഒരു കാര്യം കൂടിയാണ് ഡൊമൈൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് F+G ആയാലും F-G ആയാലും F×G ആണെങ്കിലും അതിൻ്റെ എല്ലാം ഡൊമൈൻ എന്താ വരുന്നത്? A∩B ആണ്. ഓക്കെ, അതായത് അഡീഷൻ്റെ കേസിലും സബ്ട്രാക്ഷൻ്റെ കേസിലും മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലും ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എഫിൻ്റെ ഡൊമൈൻ്റെയും ജിൻ്റെ ഡൊമൈനും ഇൻ്റർസെക്ഷനാണ് വരുന്നത്. ഓക്കെ, അതായത് രണ്ടിൻ്റെയും കോമൺ ആയിട്ട് വരുന്ന ഭാഗമാണ് ഡൊമൈനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ കോഷ്യൻ്റ് എടുക്കുകയാണെങ്കിൽ, അതായത് F/G എടുക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് ശരിക്കും ഡൊമൈൻ എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു A∩B തന്നെയാണ്. പക്ഷേ ഒരു കണ്ടീഷനൂടെ സാറ്റിസ്ഫൈ എന്താണ്? G(x) 0 ആവാൻ പാടില്ല. അപ്പോൾ ആ ഒരു അഡീഷണൽ കണ്ടീഷനും കൂടെ നമ്മൾ അവിടെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടോ നോക്കണം. അതായത് ഇപ്പോൾ F(x/G) എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ആരും 0 ആവാൻ പാടില്ല. G(x) ≠ 0 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ഡൊമൈനിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കൂ. Let f and g be functions defined by f(x) is equal to √x ആണ് and g(x) is equal to √3 - x. Find the domain and rule for each of the function f+g, f-g, fg and f/g. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് അറിയാം എഫ് ഈസ് എ ഫംഗ്ഷൻ f(x) is equal to √x ആണ്. അപ്പോൾ ഈ f(x)ൻ്റെ ഡൊമൈൻ എന്തായിരിക്കും? റൂട്ടിൻ്റെ ഉള്ളിൽ ഒരിക്കലും നെഗറ്റീവ് വരാൻ പാടില്ല. അപ്പോൾ x ഈസ് ഓൾവേസ് > 0 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ എക്സ് > 0 എന്ന് പറഞ്ഞാൽ എന്താ? എക്സിന് ഏതൊക്കെ വാല്യൂ സ്വീകരിക്കാൻ പറ്റും? 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏത് വാല്യൂസും സ്വീകരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഡൊമൈൻ ഓഫ് എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ∩0 ഓപ്പൺ ഇൻഫിനിറ്റി. ഓക്കെ, അതുപോലെ G(x) എന്ന് പറഞ്ഞാൽ എന്താ അവിടെ തന്നിട്ടുള്ളത്? √3 - x ആണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ റൂട്ടിനുള്ള സംഭവം എന്തായിരിക്കണം? > 0 ആയിരിക്കണം, നെഗറ്റീവ് വരാൻ പാടില്ല. അപ്പോൾ 3 - x > 0 ആവണം എന്ന് പറഞ്ഞാൽ എന്താണ്? 3 - x > 0 എന്ന് പറഞ്ഞാൽ 3 > x or x <= 3 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂസ് ഏത് വരെ പറ്റുള്ളൂ? 3 വരെ എടുക്കാൻ പറ്റുള്ളൂ. നെഗറ്റീവ് വാല്യൂസ് ഒക്കെ വരാം, പക്ഷേ 3 വരെ. 3നേക്കാളും കൂടുതൽ എക്സ് എടുത്ത് എന്താ സംഭവിക്കാം? ഇപ്പോൾ ഒരു എക്സാമ്പിൾ x = 4 എടുത്തു. അപ്പോൾ എന്ത് വരും? G(x) = √3 - 4 - 1 ആണ്. അപ്പോൾ √-1 എക്സിസ്റ്റ് ചെയ്യൂല. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തേ വരാൻ പറ്റുള്ളൂ? 3നേക്കാൾ ചെറിയ വാല്യൂസേ വരാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ഇൻഫിനിറ്റി മുതൽ 3 വരെ വരാം. 3 എടുക്കാം. അപ്പോൾ എക്സ് 3 ആണെങ്കിൽ 3 - 3 പറഞ്ഞാൽ 0, √3 0 പറഞ്ഞാൽ 0 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ജിയുടെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ വരിക? -∞ മുതൽ 3 വരെയുള്ള നമ്പേഴ്സ്. അപ്പോൾ എഫിൻ്റെ ഡൊമൈനും കിട്ടി, ജിയുടെ ഡൊമൈനും കിട്ടി. ഇനി ആസ് പെർ ഡെഫിനിഷൻ നമുക്കറിയാം F+G, F-G, fg ഇതിൻ്റെ ഒക്കെ ഡൊമൈൻ എന്തായിരിക്കും? ഡൊമൈൻ ഓഫ് എഫ് ഇൻ്റർസെക്ഷൻ ഡൊമൈൻ ഓഫ് ജി ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എഫിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 ഓപ്പൺ ഇൻ്റർവെൽ ഇൻഫിനിറ്റി ആണ്. അതുപോലെ തന്നെ ജിയുടെ ഡൊമൈൻ എന്ന് പറയുന്നത് -∞ മുതൽ 3 വരെയുള്ള നമ്പേഴ്സാണ്. സോ അതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും നിങ്ങൾക്ക് വരച്ച് നോക്കിയാൽ ഒരു റിയൽ ലൈനിൽ വരയ്ക്കുക. 0 മുതൽ ഇൻഫിനിറ്റി വരെ അടയാളപ്പെടുത്തുക, അതുപോലെ തന്നെ -∞ മുതൽ 3 വരെ അടയാളപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും എന്താണ്? 0 to 3 എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to 3 ആണ് F+Gയുടെ ഡൊമൈൻ. ഇതുപോലെ F-Gയുടെയും F×Gയുടെയും ഡൊമൈൻ എന്തുതന്നെയായിരിക്കും? സെയിം ഡൊമൈനാണ് അല്ലേ? A∩B എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0, 3. ഇത് നോക്കൂ, അപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. F+G(x) = എന്താണ്? F(x + G(x). രണ്ടും ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. √x + √3 - x. അതേപോലെ F-G(x) എന്ന് പറഞ്ഞാൽ എന്താണ്? F(x - G(x) എന്ന് പറഞ്ഞാൽ √x - √3 - x. അതുപോലെ F×G(x) = F(x × G(x) that's equal to √x × √3 - x, taking both in the same root. അപ്പോൾ എന്ത് വരും? √x × 3 - x എന്ന് പറഞ്ഞാൽ 3x - x². ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് F/Gയുടെ ഡൊമൈൻ എന്തായിരിക്കും? ഇപ്പോൾ F/Gയുടെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ A∩B തന്നെയാണ്, പക്ഷെ എന്തായിരിക്കണം? G(x) 0 ആവുന്ന എക്സുകളെ ഒഴിവാക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ F/G(x) എന്ന് പറഞ്ഞാൽ എന്താണ്? F(x/G(x) that's equal to √x √3 - x. അപ്പോൾ നമ്മൾ ഓൾറെഡി ബൈ ഡെഫിനിഷൻ നമുക്കറിയാം എന്താണ്? A∩B എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0, 3 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കണ്ടേ ഇതിൻ്റെ ഡിനോമിനേറ്റർ, അതായത് G(x) = 0 ആവുന്നത് എപ്പോഴാണ്? √3 - x 0 ആവുന്നത് എപ്പോഴാണ്? x = 3 ആവുമ്പോൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആ ഡൊമൈന് 3നെ
ഒഴിവാക്കണം. സോ ദ ഡൊമെയിൻ ഓഫ് എഫ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്ലോസ് ടു 0 ഓപ്പൺ 3. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡൊമെയിൻ കണ്ടുപിടിക്കുക, അതായത് പിന്നെ ഡൊമെയിൻ കണ്ടുപിടിക്കുമ്പോൾ പ്ലസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ ഇതിൻ്റെ എല്ലാം ഡൊമെയിന് രണ്ട് ഫംഗ്ഷൻ്റെ ഡൊമെയിൻ്റെ ഇൻ്റർസെക്ഷനാണ്. പക്ഷേ നമ്മൾ കോഷ്യൻ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് കണ്ടുപിടിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ആ ഡൊമെയിൻ ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ഡൊമെയിൻസ് ആരമായി ഒഴിവാക്കണം? അതിൻ്റെ ജി ഓഫ് എക്സ് 0 ആവുന്ന എക്സുകളെ ഒഴിവാക്കണം. ഓക്കെ, ഇത് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് ചെയ്യാവുന്ന ഒരു മിസ്റ്റേക്കാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ മിസ്റ്റേക്ക് നോട്ട്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സാധാരണ നമുക്ക് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഓരോ ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ കോമ്പിനേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ മൾട്ടിപ്പിൾ ചെയ്തിട്ട് നമ്മൾ രണ്ടിൻ്റെയും ഡൊമൈൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുക അല്ലേ. പക്ഷെ ഇവിടെ നോക്കൂ, ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് is equal to റൂട്ട് എക്സ് ആണ്, അതുപോലെ തന്നെ ജി ഓഫ് എക്സ് is equal to 2 റൂട്ട് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് എച്ച് ഡിഫൈൻ ചെയ്യുന്നത് എഫ് ഇൻറ്റു ജി ആണ്. So what is h of x? h of x is equal to f of x into g of x. That is equal to root x into 2 root x. എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എച്ച് ഓഫ് എക്സ് മാത്രമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എച്ച് ഓഫ് എക്സ് ഈസ് എ ഫംഗ്ഷൻ 2x. ഇപ്പോൾ 2x ആകുമ്പോൾ അതിൻ്റെ ഡൊമൈൻ ഏതൊക്കെ എക്സുകളെ സ്വീകരിക്കാം? എക്സ് 0 ആവാത്ത എക്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ഏതും എടുക്കാമല്ലോ. അപ്പോൾ ഇവിടെ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സാണ് വരിക എന്ന് പറഞ്ഞാൽ -∞ ടു +∞ വരെയുള്ള എല്ലാ റിയൽ നമ്പേഴ്സും നമുക്ക് എച്ച് ഓഫ് എക്സിന് കൊടുക്കാം അല്ലേ. പക്ഷേ എച്ച് എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിയത് ആണല്ലോ. എഫ് ഓഫ് എക്സിൻ്റെ ഡൊമൈൻ എന്താ? റൂട്ട് എക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഡൊമൈൻ എന്തായിരിക്കും? നെഗറ്റീവ് നമ്പേഴ്സിനൊക്കെ ഒഴിവാക്കിയിട്ട്, അതായത് ക്ലോസ് ടു 0 ഓപ്പൺ ഇൻഫിനിറ്റി ആണ്. ഇനി ജി ഓഫ് എക്സ് നോക്കൂ, ജി ഓഫ് എക്സ് 2 റൂട്ട് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ്. 2 റൂട്ട് എക്സ് എപ്പോഴാണ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആവുക? എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ജി ഓഫ് എക്സിൻ്റെ ഡൊമൈൻ എന്താ വരുന്നത്? ക്ലോസ് ടു 0 ഓപ്പൺ ഇൻഫിനിറ്റി ആണ്. എന്ന് പറഞ്ഞാൽ എച്ചിൻ്റെ ഡൊമൈൻ എന്താ വരിക? ഡൊമൈൻ ഓഫ് എഫ് ഇൻ്റർസെക്ഷൻ ഡൊമൈൻ ഓഫ് ജി. ഇവിടെ ഡൊമൈൻ ഓഫ് എഫും ജിയും സെയിം ആണ്. ഏതാണത് വരുന്നത്? close to 0 open infinity. So what is the domain of h? That is close to 0 open infinity. അല്ലാതെ എന്തല്ല -∞. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് വരാതെ സൂക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണ പെട്ടെന്ന് എച്ച് ഓഫ് എക്സ് കണ്ടുപിടിച്ചിട്ട് എച്ച് ഓഫ് എക്സിൻ്റെ ഒരു നാച്ചർ നോക്കിയിട്ട് വേഗം ഡൊമൈൻ കണ്ടുപിടിക്കരുത്. ഈ എച്ച് ഓഫ് എക്സ് ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഏതൊക്കെയാണോ ഫങ്ഷൻസ് യൂസ് ചെയ്തത് അതിൻ്റെ ഡൊമൈനാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. ഇപ്പോൾ ഇങ്ങനൊരു ഫംഗ്ഷനാണ് എഫ് ജി മൈനസ് എച്ച് ഉള്ള ഫോമിലൊക്കെ ഫംഗ്ഷനാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? എഫ് ഓഫ് എക്സിൻ്റെ ജി ഓഫ് എക്സ് മൈനസ് എച്ച് ഓഫ് എക്സ്. അപ്പോൾ അതിൻ്റെ ആ റൂള് അതുപോലെ ഒബേ ചെയ്യാം. ഓക്കെ, അടുത്തത് ഇപ്പോൾ നമ്മൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞു. ഇനി കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മൾ ഒരു പ്രീ റിക്വസിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ബോക്സ് തന്നിരുന്നല്ലോ, കോമ്പോസിഷൻ, ഫൈൻ ദ കോമ്പോസിഷൻ ഓഫ് 2 ഫംഗ്ഷൻസ് ആൻഡ് വാട്ട് അബൌട്ട് ഇറ്റ്സ് ഡൊമൈൻ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? ഇപ്പോൾ എഫും ജിയും 2 ഫംഗ്ഷൻ ആണെങ്കിൽ എച്ച് എന്ന് പറയുന്നത് കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജി ആണെങ്കിൽ നമുക്ക് എച്ചിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. ജി കോമ്പോസിഷൻ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്നുള്ള രൂപത്തിൽ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷന് ഇങ്ങനെ വരുന്നത്: given 2 functions f and g, the composition of f and g denoted by g composition f is a function defined by g composition f of x is equal to g of f of x. Okay, so what about the domain of g composition f? G composition f ന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ the set of all x in the domain of f for which f of x in the domain of g. അങ്ങനെ വരണം. പറഞ്ഞാൽ ഡൊമൈൻ ഓഫ് എഫിലുള്ള എക്സുകളായിരിക്കണം. അതുപോലെ എഫ് ഓഫ് എക്സിൻ്റെ എഫ് ഓഫ് എക്സ് ഒക്കെ എവിടെ വരണം? ഡൊമൈൻ ഓഫ് ജിയിൽ വരണം. ഇവിടെ താഴെ ഒരു ബോക്സ് കൊടുത്തുണ്ടോ? ഒരു എഫും ജി 2 ഫംഗ്ഷൻ. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് എക്സ് ആണ് എഫിലേക്ക്. അപ്പോൾ അത് എഫ് അതിൻ്റെ മേലെ വർക്ക് ചെയ്താൽ എന്തായി മാറുന്നുണ്ട്? എഫ് ഓഫ് എക്സ് ആയിട്ട് മാറുന്നുണ്ട്. ഇനി എഫ് ഓഫ് എക്സിനെ നമ്മൾ ജി ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ജി ഓഫ് എഫ് ഓഫ് എക്സ് ആയിട്ട് മാറുന്നുണ്ട്. അതായത് നമ്മൾ ഇൻപുട്ട് എക്സ് കൊടുത്താൽ ഔട്ട്പുട്ട് ജി ഓഫ് എഫ് ഓഫ് എക്സ് കിട്ടും. ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൊമൈൻ ഓഫ് എഫ് ആണ്. അതിനെന്താണ് പ്രത്യേകത? എല്ലാ എക്സുകളും എല്ലാ എഫ് ഓഫ് എക്സുകളും ജിയിലുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിളിൽ നിന്ന് കൂടുതൽ മനസ്സിലാവും. ഇവിടെ നോക്കും,
Let f and g be functions defined by f of x is equal to x plus 1 and g of x is equal to root x. Find the functions g composition f and f composition g. What is the domain of g composition f? ഇപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ g composition fഉം f composition gയും ഒരേ ആൻസർ തന്നെ ആവണം എന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. നമ്മളോട് ഇവിടെ രണ്ടും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൊമെയിൻ ഓഫ് ജി കോമ്പോസിഷൻ എഫും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ജി ഓഫ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഇസ് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ്. അപ്പോൾ ജി ഓഫ് 1 പ്ലസ് എക്സ് പ്ലസ് 1, സോറി, അപ്പോൾ ജി ഓഫ് എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ ജി ഓഫ് എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1. ഓക്കെ, ഇനി എഫ് കോമ്പോസിഷൻ ജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് റൂട്ട് എക്സ്. അപ്പോൾ എഫ് ഓഫ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റൂട്ട് എക്സ് പ്ലസ് 1. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എപ്പോഴും ജി കോമ്പോസിഷൻ ഇൻ ജനറൽ ജി കോമ്പോസിഷൻ എഫ് നോട്ട് ഈക്വൽ ടു എഫ് കോമ്പോസിഷൻ ജി. ഇത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഡൊമെയിൻ ഓഫ് ജി കോമ്പോസിഷൻ എഫ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് എഫിൻ്റെ ഡൊമെയിനാണ്. എഫിൻ്റെ ഡൊമെയിൻ എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ആണ് അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് 1 ആണ്. ഇനി എന്താ നോക്കേണ്ടത്? എഫിൻ്റെ ഡൊമെയിന് നോക്കണം. അതുപോലെ എഫ് ഓഫ് എക്സുകൾ ജി ഓഫ് എക്സിൻ്റെ ഡൊമെയിന് വരും വേണം. അപ്പോൾ ഇവിടെ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ് ആണ്. അപ്പോൾ റൂട്ട് എക്സിൽ വരണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ റൂട്ട് എക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്തായിരിക്കണം? അത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് പ്ലസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവണം. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1 എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള എക്സുകളായിരിക്കും അതിൻ്റെ ഡൊമൈനിൽ ഉണ്ടാവുക? -1 മുതൽ +∞ വരെയുള്ള എല്ലാ റിയൽ നമ്പേഴ്സും എന്ന് പറഞ്ഞാൽ ക്ലോസ് ടു -1 ഓപ്പൺ ഇൻഫിനിറ്റി, അതായിരിക്കും ആ എക്സുകളൊക്കെ എഫിൻ്റെ ഡൊമൈനിലുണ്ട്. അതുപോലെ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജിയുടെ ഡൊമൈനിലുണ്ട്. ഓക്കെ, ഇനി നോക്കുക, അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ എക്സാമ്പിൾ നമ്പർ 3 നോക്കുക. അപ്പോൾ നമ്മളവിടെ ഏറ്റവും മേലെ ഒരു നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്, ഇൻ ജനറൽ ജി കോമ്പോസിഷൻ എഫ് നോട്ട് ഈക്വൽ ടു എഫ് കോമ്പോസിഷൻ. അങ്ങനെ നിങ്ങളോട് അങ്ങനെ പ്രൂവ് ചെയ്യാനൊക്കെ ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇനി എക്സാമ്പിൾ 3 നോക്കൂ. ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 - 2x. ഫൈൻഡ് ദ ഫംഗ്ഷൻസ് ജി കോമ്പോസിഷൻ എഫ് ആൻഡ് എഫ് കോമ്പോസിഷൻ ജി. വാട്ട് ആർ ദെയർ ഡൊമൈൻസ്? അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. സൊല്യൂഷൻ അവിടെ തന്നെ ഉണ്ട്. ഇതുപോലെ എക്സാമ്പിൾ 4ഉം 5ഉം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അതുപോലെ നോക്കൂ, എക്സാമ്പിൾ 6, 7 ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസാണ്. ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ